പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 11 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ വർഗം കാണുക. ഒന്നാമത്തെ ചോദ്യം 64. അപ്പോൾ 64 ഘാതം 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 64 ഘാതം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ഗുണിക്കണം 64. 64നെ 64 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 64 ഘാതം 2 അല്ലേ. അപ്പം അതിനെ നമുക്ക് എന്ത് എഴുതാം? 2 ഭാഗങ്ങളാക്കി എഴുതാം. 60 കൂട്ടണം 4 ആണ് 64 അല്ലേ. അപ്പം 60 കൂട്ടണം 4 ഘാതം 2 ഇങ്ങനെ എഴുതാം. നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 60 കൂട്ടണം 4 ഘാതം 2 എന്ന് പറഞ്ഞാൽ 60 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 60 ഗുണിക്കണം 4 കൂട്ടണം 4 ഘാതം 2. അപ്പം 60 കൂട്ടണം 4 ഘാതം 2 എന്ന് പറഞ്ഞാൽ 60 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 60 ഗുണിക്കണം 4 കൂട്ടണം 4 ഘാതം 2. അപ്പം 60 ഘാതം 2 എന്ന് പറഞ്ഞാൽ 60നെ 60 കൊണ്ട് ഗുണിച്ചിട്ടാകുമ്പോൾ കിട്ടുന്നതാണ് 60 ഘാതം 2. നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? 60 ഗുണിക്കണം 60 എന്ന് എഴുതാം. കൂട്ടണം 2 ഗുണിക്കണം 60 ഗുണിക്കണം 4. 2 ഗുണിക്കണം 60 എത്രയാണ്? 120 അല്ലേ. 120 ഗുണിക്കണം 4. 120നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പം 24 8 ഒരു 4 4 പൂജ്യം ഇട്ട് കൊടുക്കണം. അപ്പം 480 എന്ന് കിട്ടും ഇവിടെ. ഇത്രയാണ് 480. കൂട്ടണം 4 ഘാതം 2 എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 4 എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്ത് വേണം? 60 ഗുണിക്കണം 60 എത്രയാണ്? 6 6 36. 2 പൂജ്യം ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് കിട്ടി? 60 ഘാതം 2 എന്ന് പറഞ്ഞാൽ 3600 എന്ന് കിട്ടി. കൂട്ടണം 480 അടുത്ത് തന്നെ എഴുതി കൊടുക്കുക. 4 ഗുണിക്കണം 4 16 ആണ്. 4 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 16. നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 3600 കൂട്ടണം 480 കൂട്ടണം 16. 0 കൂട്ടണം 0 കൂട്ടണം 6 6. 0 കൂട്ടണം 8 ഗുണിക്കണം 1 8 ഗുണിക്കണമല്ല 8 കൂട്ടണം 1 9. എന്നോ 6 4 കൂടി കൂട്ടിയാൽ 10. 10ന് 0 ശിഷ്ടം 1. 3 1 കൂടി കൂട്ടിയാൽ 4. 4096. നമ്മൾ ഉത്തരം എത്രയാണ്? അപ്പം 64 ഘാതം 2 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 4096. ഇതുവരെ മനസ്സിലായതല്ലേ? 4096 ആണ്. പിന്നെ അവിടെ അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 35 ഘാതം 2 അല്ലേ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 35 ഘാതം 2. 35 ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 കൂട്ടണം 5 ഘാതം 2 എന്ന് എഴുതാം അല്ലേ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 30 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 30 ഗുണിക്കണം 5 കൂട്ടണം 5 ഘാതം 2. അപ്പം 30 ഘാതം 2 തന്നെ 30നെ 30 കൊണ്ട് ഗുണിച്ചിട്ടാകുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ്. അപ്പം 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 50. 2 പൂജ്യം ഇട്ട് കൊടുത്താൽ അപ്പം 30 ഘാതം 2 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണോ? 900. കൂട്ടണം 2 ഗുണിക്കണം 30 ഗുണിക്കണം 5. 2 ഗുണിക്കണം 5 എത്രയാണ്? 10. 10 ഗുണിക്കണം 30 300. കൂട്ടണം 5 ഘാതം 2 തന്നെ 5നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പം 5നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം എത്രയാണ്? 25. അപ്പോൾ 900 കൂട്ടണം 300 കൂട്ടണം 25. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 900 അല്ലെങ്കിൽ 900 300 25. അപ്പൊ 0 കൂട്ടണം 0 കൂട്ടണം 5 ഉത്തരം 5 ആണ്. 0 കൂട്ടണം 0 കൂട്ടണം 2 ഉത്തരം 2 ആണ്. 9 കൂട്ടണം 3 12. ഉത്തരം എത്രയാണ്? 1225. അപ്പൊ 35 ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 1225. ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാമത്തെ ചോദ്യം. അതിലത്തെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? 53 ഘാതം 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 53 ഘാതം 2. അപ്പൊ എങ്ങനെ എഴുതാം? 50 കൂട്ടണം 3 ഘാതം 2. ഇങ്ങനെ നമുക്കതിനെ 2 ഭാഗങ്ങളാക്കി എഴുതണം. 50 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 50 ഗുണിക്കണം 3 കൂട്ടണം 3 ഘാതം 2. 50 ഘാതം 2 എന്ന് പറഞ്ഞാൽ ആദ്യം 5നെ 5 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 25 കിട്ടും. ഒരു പൂജ്യമാണ് ഇവിടെ ഉള്ളത്. ഘാതം 2 എന്ന് പറഞ്ഞാൽ 2 പൂജ്യം ഇട്ട് കൊടുക്കാം.
ഇനി എന്ത് വേണം? 2 ഗുണിക്കണം 50 ഗുണിക്കണം 3. അപ്പൊ എത്ര കിട്ടും? 2 ഗുണിക്കണം 3 ആദ്യം ചെയ്യാം. അപ്പൊ 6. 6 5 30. അപ്പൊ അത് നമുക്ക് 300 കിട്ടും. കൂട്ടണം. അടുത്തത് ഏതാണ്? 3 ഘാതം 2 എന്ന് പറഞ്ഞാൽ 9. എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 2809 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.